2016 മെയ് സേലത്ത് നിന്നും എനിക്ക് ഈറോഡിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. വീട് തപ്പി കണ്ടുപിടിച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അടുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ രാത്രി ഏറെ വൈകി. പിറ്റേന്ന് രാവിലെ പാല് വാങ്ങിക്കാൻ പടിക്കെട്ടുകൾ ഇറങ്ങവേ പക്കത്തെ വീട്ടിലെ വയോധികനുമായി കണ്ണുകളിടഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു തുടങ്ങി. ഇന്നലെ മുതൽ ഇവിടെ പുതിയതായി താമസം തുടങ്ങിയ ആളാണ്. പേര്? അത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഏത് ജാതിയാണ്? രമേശൻ മുല്ലശ്ശേരിയുടെ ഗോപരഹ വായിച്ചു തുടങ്ങവേ ഓർമ്മകളുടെ ആ കന്മഴ വർഷം വീണ്ടും എന്നെ വന്നു മൂടി. 142 പേജുള്ള ലഘു നോവൽ. ഉൾപേജുകളിൽ നിന്ന് വീശുന്ന ചാണകച്ചൂര് വായനക്കാരുടെ മുഖം ചുളിപ്പിക്കും. ഒരു സ്പോർട്സ് ത്രില്ലറിൻ്റെ സ്വഭാവങ്ങളുള്ള ഒരു തീമിനെ നോവലിസ്റ്റ് മനഃപൂർവ്വം ഒരു സാമുദായിക രാഷ്ട്രീയ തൊഴുത്തിലേക്ക് മാറ്റിക്കെട്ടുന്നു. ഇന്ത്യയിലെ ആദ്യ ദളിത് ക്രിക്കറ്റർ പൽവാങ്കർ ബാലു എന്ന ഫൊർഗോട്ടൺ ഹീറോ, അദ്ദേഹത്തെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നു. കായിക ജീവചരിത്രം പറഞ്ഞു തുടങ്ങുന്ന നോവലിൻ്റെ ഉൾക്കാമ്പിന് പതിയെ ദിടം വയ്ക്കുന്നു. പുസ്തക കവർ കാണുമ്പോഴേ വായനക്കാരൻ്റെ മനസ്സിൽ ഉണരുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് ഗോപരഹ? അതിൻ്റെ ഉത്തരം അവസാന പേജിലാണ് അതിൻ്റെ എല്ലാ കയ്പുകളോടും കൂടി വെളിപ്പെടുന്നത്. അത് തന്നെയാണ് ഒട്ടനവധി വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടും ഒട്ടനവധി വിഗ്രഹങ്ങളെ ഉടച്ചിട്ടും ചമർ ജാതിക്കാരൻ എന്ന മുദ്രകുത്തി പൽവാങ്കർ ബാലുവിനെ അസ്പൃശ്യതയുടെ കൊടുമഴയത്ത് നിർത്തിയിരിക്കുന്നത്. പൂനെ ധർവാഡിലെ പൽവാൻ ഗ്രാമത്തിലുള്ള ഒരു നിർധന ദളിത് കുടുംബം. 4 മക്കളിൽ മൂത്തവനായ ബാലുവിന് പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നു. പൈസ സമ്പാദിക്കാനായി പാഴ്സികളുടെ ക്ലബിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒരുക്കുന്ന ജോലിക്കായി അവൻ നിയോഗിക്കപ്പെടുകയാണ്. ജോലി തുടങ്ങുമ്പോൾ അവൻ അറിയുന്നില്ല, തൻ്റെയും തൻ്റെ കുഞ്ഞനുജന്മാരുടെയും പട്ടിണി മാറ്റാനായി തുടർച്ചയായി തന്നെക്കൊണ്ട് മാങ്ങയേറ് ചെയ്യിപ്പിച്ച കാലം ഒരു നാൾ അവൻ്റെ കയ്യിലേക്ക് ആ ചുവന്ന തുകൽപ്പന്ത് വെച്ചു തരുമെന്ന്. ക്ലബിലെ പൂനാവാല ജഹാംഗീർ സാഹിബും പിന്നീട് ഹിന്ദു ജിംഖാനയിലെ ഗ്രേഗ് സാഹിബും അവൻ്റെ ഗൂഗിളുകളാൽ ആകർഷിക്കപ്പെടുകയാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ അവൻ പുനെ സ്റ്റേറ്റ് ടീമിൻ്റെയും ഭാഗമാകുന്നു. പക്ഷേ ഓരോരോ പടികൾ കയറുന്തോറും വിവേചനത്തിൻ്റെ, അപമാനിക്കപ്പെടലിൻ്റെ ഭാരം കൂടിക്കൂടി വരുന്നത് ബാലു അറിയുന്നു. ബാല്യകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ നിലത്തിരിക്കാൻ കൊണ്ടുപോയിരുന്ന കീറച്ചാക്കു കഷ്ണവും വഴി നടക്കുമ്പോൾ തുപ്പി അശുദ്ധമാക്കാതിരിക്കാൻ കഴുത്തിൽ കെട്ടിത്തൂക്കിയ മൺകലവും പുതിയ രൂപത്തിൽ പുതിയ പൊള്ളലുകളായി തിരിച്ചെത്തുന്നു. ആദ്യ പന്തിൽ തന്നെ ഗ്രേഗിനെ അവൻ പുറത്താക്കിയപ്പോൾ പൊട്ടിത്തെറിച്ച സ്റ്റേഡിയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓടിവന്ന് തൊട്ടടുത്തെത്തിയപ്പോൾ ആശ്ലേഷിക്കാനാവാതെ വിറങ്ങലിച്ചു നിന്നുപോയ പാണ്ഡെ എന്ന സഹകളിക്കാരൻ്റെയും അയാൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടൂ എന്ന് പറഞ്ഞ ക്ലബ് സെക്രട്ടറിയുടെയും രൂപത്തിൽ. ഇങ്ങനെയൊക്കെയാണെങ്കിലും കളിക്കുമ്പോൾ കൈപ്പന്തെറിയുമ്പോൾ ബാലു മറ്റൊരാളാകുന്നത് കാണാം. ചമർ എന്ന ജാതിബോധത്തെ അയാൾ കുടഞ്ഞെറിയുന്നുണ്ട്. പന്തിനെ പരമാവധി ഫ്ലൈറ്റ് ചെയ്യിപ്പിച്ച് അയാൾ തീർക്കുന്ന ചുഴിയിൽ ബാറ്റ്സ്മാൻമാർ നിസ്സഹായരായി അകപ്പെട്ടു പോകും. ഡ്രൈവ് ചെയ്യാൻ പ്രലോഭിപ്പിക്കപ്പെട്ട് ബാറ്റ്സ്മാൻ മുമ്പോട്ടിറങ്ങുമ്പോൾ അയാളുടെ മാന്ത്രിക വിദ്യയാൽ പന്ത് വായുവിൽ തങ്ങി നിൽക്കും. ബീറ്റ് ചെയ്യപ്പെട്ട ബാറ്റ്സ്മാന് പിന്നെ തൻ്റെ ബാറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് പവലിയനിലേക്ക് നടന്നകലാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗ്രേഗിൻ്റെ ആ കീഴടങ്ങലിനെ നോൺ ലീനിയർ ആഖ്യാന ശൈലിയിൽ നോവലിസ്റ്റ് അനശ്വരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നു. പത്രങ്ങൾ അത് ഇങ്ങനെ കൊടുക്കുന്നു: അന്തിമ ടീമിൽ 6 പാഴ്സികളും 5 ഹിന്ദുക്കളും 3 മുസ്ലിങ്ങളും. ബാലുവിനോടൊപ്പം അനുജനായ ശിവറാമും സെലക്ഷൻ നേടുന്നുണ്ട്. 114 വിക്കറ്റുകൾ പരമ്പരയിൽ ഒട്ടാകെ നേടി തിരിച്ചു കപ്പലിറങ്ങുമ്പോഴാണ് മേൽപ്പറഞ്ഞ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടൊരാൾ ബാലുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സാക്ഷാൽ BR അംബേദ്കർ. ഉത്തരരാമായണത്തിലെ ശംഭൂകവധ കഥാസന്ദർഭം അംബേദ്കർ പറയവേ അതൊരു തീക്കൊള്ളിയായി ബാലുവിൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്നു. മുറിവുകൾ ഉണർന്നെഴുന്നേറ്റ് തുടങ്ങുന്നു. തുടർന്ന് അവർ ആദ്യം പുച്ഛിക്കും, പിന്നെ അവഗണിക്കും. പ്രധാന മത്സരങ്ങളിൽ മികവ് കാട്ടുമ്പോൾ ഭാഗ്യം കൊണ്ടാണെന്ന് പറയും. തുടർച്ചയായ കാലയളവിൽ
മികച്ച പ്രകടനം പുറത്തെടുക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ മാത്രം അവർ അംഗീകരിക്കും എന്ന് കണ്ണു തുറപ്പിക്കുമ്പോൾ ബാലു അറിയാതെ പറഞ്ഞു പോകുന്നു, ഈ യുവാവ് എന്നെ എറിഞ്ഞു വീഴ്ത്തിയല്ലോ. ഒടുവിൽ ഒറ്റ മത്സരത്തിൽ മാത്രം ക്യാപ്റ്റൻ വേഷം അണിഞ്ഞുകൊണ്ട് ബാലു കളം വിടുകയാണ്. എല്ലാവരും അശുഭകരമെന്ന് കരുതുന്ന ഇടതു കൈവിരലുകളും മൃഗത്തോലുമാണ് എനിക്ക് ഏറ്റവും ഐശ്വര്യം കൊണ്ടുവന്നത് എന്ന ആത്മകഥത്തോടെ. ബാലു പ്ലീസ് ലീഡ് ദ ടീം എന്ന അയാൾക്ക് പന്ത് കൈമാറി ചിരിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അനന്തപൈ സ്റ്റേഡിയം വിടുന്ന ആ ഭാഗങ്ങളൊക്കെ കുറെ കൂടി വിസ്തരിച്ച് ഒരു സിനിമാറ്റിക് രൂപത്തിൽ അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മഹാഭാരത യുദ്ധത്തിൽ ഘടോൽക്കജൻ പാണ്ഡവരെ നയിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകുന്ന രംഗം മനസ്സിൽ ഓർത്തു നോക്കൂ. അസംഭവ്യവും യുക്തിക്ക് നിരക്കാത്തതുമായ ഒരു സംഗതിയായി മാത്രമേ അത്തരമൊരു സംഭവത്തെ എനിക്ക് വീക്ഷിക്കാനാവൂ. തുടർച്ചയായ 10 ഡെലിവറികളിൽ എതിർ ടീമിനെ 0-ന് ഓൾ ഔട്ടാക്കുന്നതാണ് അതിലും എളുപ്പം. ജോൺ ജോസഫ് എന്ന യശശരീരനായ പത്രപ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നാണ് അത് വീണ്ടെടുക്കപ്പെടുന്നത്. ബാലുവുമായുള്ള അവസാന അഭിമുഖത്തിലെ അവസാന ചോദ്യം. അസ്പൃശ്യനായ ഒരാൾ എന്നെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിത്തീരുമോ എന്ന് അതിനുള്ള ഉത്തരമാണ് മുകളിൽ പറഞ്ഞത്. എന്താണ് ഗോപരഹ? കുറെ കൂടി ഗവേഷണം നടത്തിയിരുന്നെങ്കിൽ ഒരു ബൃഹത് ചരിത്ര നോവൽ എന്ന കാറ്റഗറിയിലേക്ക് ഇതിനുയരാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ ഒരു അലസത അവസാന പേജുകളിലെ ഗോപരഹയുടെ വിവരണത്തിലൂടെ അപ്പാടെ തുടച്ചു നീക്കപ്പെടുന്നുണ്ട്. അതിങ്ങനെയാണ്. ഉത്തർപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിൽ അധകൃതർക്ക് കൂലിയായി കൊടുക്കുന്ന ധാന്യത്തിനത്രേ ഗോപരഹ എന്ന് പറയുന്നത്. പ്രത്യേകം വേർതിരിച്ച ആ ധാന്യം അഥവാ ചാണകങ്ങളിൽ നിന്നുള്ള ധാന്യം എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൊയ്ത്ത് കഴിഞ്ഞ് മെതിക്കളത്തിൽ നിരത്തിയ കറ്റകളുടെ മുകളിലൂടെ കാളകളെ നടത്തുന്നു. കാളകളപ്പോൾ വൈക്കോലിനോടൊപ്പം ധാന്യവും ആവശ്യത്തിലധികം കഴിക്കും. ഇങ്ങനെ കഴിക്കുന്ന ധാന്യം ദഹിക്കാൻ പറ്റാതെ പിറ്റേ ദിവസം ചാണകത്തിലൂടെ പുറത്തു വരും. അത് വേർതിരിച്ചെടുത്താണ് ഇവർക്ക് കൂലിയായി കൊടുക്കുക. അതാണ് ഗോപരഹ എന്ന കൂലി. ചാണകവും പിന്നെ ചന്ദനവും, ഈ രണ്ടറ്റങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ. ദശകങ്ങളായി അങ്ങനെ തന്നെ. അതിൻ്റെ തീവ്ര അവതരണമാണ് ഈ നോവൽ. നേരത്തെ പറഞ്ഞ ആ അത്ഭുതത്തിനു വേണ്ടി ഇന്നും കാത്തിരിക്കുന്നവരുടെ സുവിശേഷം.